ജേർണലിസ്റ്റ് ടീം വീണ്ടും പെരുമ്പാവൂർ വന്നിരിക്കുകയാണ്. ഈ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തൂഫാനാണ്. തീർക്കണം, അത് ലഹരി ഇല്ലാതാക്കണം. നല്ല പദ്ധതിയാണ്. ജനങ്ങൾക്ക് ആശ്വാസമായിട്ട് സ്വസ്ഥമായിട്ട് നടക്കുകയും ചെയ്യാൻ വഴി കൂടി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞായറാഴ്ചകളിലൊക്കെ നമുക്ക് ഒട്ടും പറ്റില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് നല്ല ഒരു മാറ്റമുണ്ട്. ഭായിമാരെ കുറേ ഇവിടുന്ന് ഓടിച്ചു വിട്ടു. ചെന്നിത്തല എന്തായാലും ബായി കോളനിയിലാണ്. എപ്പോഴും ചെക്കിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പുറകിലായിട്ട് പോലീസുകാർ ഉൾപ്പെടെ അടിക്കടി ചെക്കിംഗ് നടത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിനുള്ളിലേക്ക് തന്നെ പോവാം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഓരോ ആൾക്കാരുടെയും ചെക്കിങ് നടത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഓണം പൊടി പൊടിക്കുകയാണ് കച്ചവടക്കാരെല്ലാം. അവർക്കൊപ്പം നമുക്ക് അവരോടും ചോദിക്കാം എന്തൊക്കെയാണ് ഈ ഓണത്തിന് ഇവിടുത്തെ പെരുമ്പാവൂരിലെ അവസ്ഥ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഓണം കച്ചവടം പൊടി പൊടിക്കുന്നവരോട് ചോദിക്കാം. അവരുടെ പ്രതികരണം നമുക്ക് കാണാം. ഓണം അടിപൊളി, തൂഫാൻ അടിപൊളി. ഇവിടെ വന്നോടുകൂടി ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു 30 പോലീസുകാരെ ഇട്ടിട്ടുണ്ട്. അതോടുകൂടി പെരുമ്പാവൂർ തെളിഞ്ഞു. ഈ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തൂഫാനാണ്. ഇവിടെ ഞങ്ങള് ഒരു 10-35 വർഷമായിട്ട് കൂടി ഇരിക്കുന്നതാ. ഈ തൂഫാൻ വന്നേ പിന്നെയാണ് എല്ലാ കാര്യവും ഭംഗിയായ. നേരത്തെ എങ്ങനെയല്ലായിരുന്നു, വളരെ മോശമായിരുന്നു. മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്കൊന്നും ഇവിടേക്ക് അടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു. ഇപ്പോൾ 10-30 പോലീസുകാരിട്ടുണ്ട്. ഈ ഹെഡ് പോസ്റ്റിൽ തന്നെ ഒരു 5-6 പേര് എപ്പോഴും ഉണ്ടാവും. ഇവർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, റൗണ്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഒത്തിരി സന്തോഷമുണ്ട്. മലയാളികൾ വന്നു തുടങ്ങി. മറ്റൊരു ചാനലിലേക്ക് മലയാളികൾ ആരും വരില്ലായിരുന്നു, അപ്പോൾ വന്നു തുടങ്ങി. ഇപ്പം മാത്രം ആക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അദ്ദേഹം കൊണ്ടുവന്ന് വന്ന ഈ തൂഫാൻ വളരെ ഫലപ്രദമായിട്ട് പോകുന്നു. അത് വന്നില്ല എങ്കിൽ ഈ പറയും പോലെ തന്നെ ഓണം അത്ര ഭംഗിയാവില്ല. പെരുമ്പാവൂർ ഓണം ആവണമെന്നുണ്ടെങ്കിൽ ആളുകൾ വരണം, കടക്കാരൊക്കെ ഒന്ന് സജീവമാണെങ്കിൽ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ജനങ്ങൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഭായിമാരൊക്കെ ഓടിക്കണം. ഇപ്പം തൂഫാൻ വന്നതോടുകൂടി വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അതിന് ഏറ്റവും രമേശ് ചെന്നിത്തലയ്ക്ക് ഏറ്റവും വലിയ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇവിടെ അടിപൊളിയായിട്ട് അത് വർക്കൗട്ട് ആവുന്നുണ്ട്. ഞങ്ങളൊക്കെ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഞാനിവിടെ തൂഫാനൊപ്പം എനിക്ക് തോന്നുന്നു പെരുമ്പാവൂർ ഭായിമാരുടെ ഒരു കേന്ദ്രമാണല്ലോ. ഏറ്റവും കൂടുതൽ ഒരു ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. പക്ഷെ ഇത്തവണ അതിനൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാറ്റമുണ്ട്, അപ്പം ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് ഭായിമാരെ തെരഞ്ഞെടുത്ത് നടക്കാനൊന്നും പാടുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞായറാഴ്ചകളിലൊക്കെ നമുക്ക് ഒട്ടും പറ്റില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് നല്ല ഒരു മാറ്റമുണ്ട്. അതെ, കുഴപ്പമില്ല. ഏത് എന്തോ രമേശ് ചെന്നിത്തല നല്ലതാ. പിന്നെ VD സതീശൻ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഈ തൂഫാൻ നല്ല പരിപാടി. അത് ഈ 100% പിന്തുണയ്ക്കും. ഈ പിള്ളേർക്കൊക്കെ നല്ല ഭാവി ഉണ്ടാവട്ടെ. ഓണം തൂഫാനൊപ്പം തന്നെയാണ്. ഇവിടെ സ്ഥിരം യാത്ര ചെയ്യുന്നവരും അല്ലാതുള്ളവരും ഒക്കെയാണ്. ഇവരെല്ലാം പറയുന്ന ഒരു ഒറ്റ കാര്യം, ഈ ഓണം തൂഫാനൊപ്പം ആണ് എന്നുള്ളതാണ്. ഇതവണ അടിപൊളി ഓണം. പിന്നെ ഭായിമാരെ കുറേ ഇവിടുന്ന് ഓടിച്ചു വിട്ടു. ചെന്നിത്തല പിന്നെ സൂപ്പർ. ആ തർക്കയുടെ നല്ല വയസ്സല്ല ആള്, നല്ല പിന്നെ നല്ല ആള്. പറയാന് എന്താ വെച്ചാൽ ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ ഇപ്പൊ ഒരു സമാധാനമായിട്ടുണ്ട്. എന്താ വെച്ചാൽ യവന്മാരൊക്കെ ഇവിടുന്ന് കുറെ പോയി കിട്ടി. അതുകൊണ്ട് ചെന്നിത്തല വന്നപ്പോഴാണ് ഇത് ശരിയായുള്ളൂ. അതിലേക്ക് നമ്മുടെ അയഞ്ഞാട്ടല്ലേ ഇറങ്ങുന്നത്. അപ്പൊ ഒക്കെ ശരിയായിട്ടുണ്ടല്ലോ. അതെ, ഇവിടെ തന്നെയാ. കുഴപ്പമൊന്നുമില്ല. ഓണം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം എല്ലാ വീട്ടിലും. അത് ഇപ്പൊ ഇച്ചിരി കുഴപ്പമില്ല, നന്നായിട്ട്
ഒരുവിധം മാറി. ഇപ്പൊ അത്രയും തിരക്കില്ല, അല്ലെങ്കിൽ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ വരുമ്പോ അവിടെ പോലീസ് ഓടിക്കുമായിരുന്നു കുറെ പേരെ. സന്തോഷമുണ്ട്. ലഹരി തീർക്കണം, അത് ലഹരി ഇല്ലാതാക്കണം. തൂഫാൻ ഇപ്പോൾ വന്നതോടുകൂടി ഇവിടെ കുറേ പുറമേ നിന്നുള്ള ആൾക്കാരുടെ ഒരു ഇത് കുറഞ്ഞു. അത് പല സ്ഥലത്തുനിന്നും ആൾക്കാർ ഇവിടെ വരുവാറെന്ന് വെച്ചാൽ പല കേസുകളും പെണ്ണ് കേസാണെങ്കിലും അതുപോലെ മയക്കുമരുന്നിൻ്റെ കോളേജ് പിള്ളേർ മുതലിവിടെ വന്ന് കയറി പോകാറുണ്ട്. അതുപോലെ ഇവിടെ ബായ് കോളനി എന്ന് പറഞ്ഞ ഒരു കോളനി ഉണ്ട്. ആ കോളനിയൊക്കെ തൂഫാൻ വന്നേ പിന്നെ നല്ലൊരു ഇതായി. അപ്പോൾ അതിന് മുമ്പുള്ള തന്നെ ചെറുപ്പക്കാരും അതിനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യങ്ങളോടെ കാണിച്ചാൽ രമേശ് ചെന്നിത്തല വന്ന പിന്നെയാണ് ഇതൊരു പോലീസ് എന്താണെന്നും പോലീസ് എന്നൊരു അനക്കം സംഭവിച്ചത് രമേശ് ചെന്നിത്തല വന്നേ പിന്നെയാണ്. തീർച്ചയായിട്ടും എന്നുവെച്ചാൽ ഇവിടെ കോടിക്കണക്കിന് ഇത് പിടിച്ചിട്ടുണ്ട്, ആശിഷായിട്ടും പല സാധനം പിടിച്ചിട്ടുണ്ട്. ഈ പിടിച്ചു വരുമ്പോഴാണ് അറിയണത് ഇവർ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കൊണ്ടുവരേണ്ടതെന്ന്. പിന്നെ ഇതിനകത്ത് ചില നിരപരാധികൾ ഇതിൻ്റെ അകത്ത് പെടണം വെച്ചാൽ ചിലപ്പോൾ ഇവിടെ മയക്കുമരുന്നിൻ്റെ ഇടയ്ക്ക് ഓട്ടോറിക്ഷ ഇപ്പോൾ പെരുമ്പാവൂർ ആലുവയിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരും. ഓട്ടോറിക്ഷക്കാരെന്ന് വെച്ചാൽ ഒരു ഇവിടെ ഓട്ടമന്നേൻ്റെ സ്റ്റാൻഡിൽ നിന്ന് വിളിച്ചു വരുമ്പോൾ ആ ഓട്ടോറിക്ഷക്കാരനും ചെന്ന് പെട്ടുപോകുന്നത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഓട്ടോറിക്ഷക്കാർക്ക് ഒരു ഇത് കൊടുക്കുവാന്ന് വെച്ചാൽ അവരുടെ നിന്നാണ് വണ്ടി പിടിക്കുന്നത്. പിടിക്കുമ്പോൾ അവർ നിരപരാധികളാണല്ലോ. അപ്പോൾ അതൊക്കെ പോലീസ് അറിഞ്ഞ് തന്നെ അത് എല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. പെരുമ്പാവൂർ പോലീസ് ശരിക്കും തന്നെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓണം നല്ല ഹാപ്പിയാണ്. ഹാപ്പിയാണ് എന്നുവെച്ചാൽ ആ തൂഫാനൊപ്പം എല്ലാവരും നമ്മൾ തൂഫാനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്, സജീവമായിട്ട്. അടിച്ചുപൊളിയാണ് ഈ ഓണം, ഉഷാറാണ്. എന്തായാലും നമ്മൾ ഇവിടെ പ്രതികരണങ്ങളൊക്കെ എടുത്തപ്പോൾ എല്ലാവരും ഓണത്തിന് വലിയ സന്തോഷത്തിലാണ്. ഞാനിപ്പോൾ പോകുന്നത് പോലീസിൻ്റെ ഒരു 8 പോസ്റ്റിലേക്കാണ്. ഇവിടെ നമുക്കറിയാം, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു പോലീസുകാരനുണ്ട്, ഒന്നല്ല 2 പേരുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ചുറ്റും ചെക്കിങ്ങിനായിട്ട് 30ഓളം പോലീസുകാരുണ്ട് എന്നാണ് പറയുന്നത്. പല ഭാഗങ്ങളിലായിട്ട് അവർ ഓരോ ഭാഗത്തും ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു 8 പോസ്റ്റ് തന്നെ വലിയ അഭിമാനമാണ്. കാരണം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും പോലീസുകാർ വരുന്നില്ല, അല്ലെങ്കിൽ തൂഫാൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇവിടുന്ന് പോലീസുകാർ പോയി ചെക്കിങ് നടത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, പിടിക്കുന്നു എന്ന് ആളുകൾ പറയുമ്പോൾ വലിയൊരു മാറ്റം തന്നെയാണ്. എന്തായാലും ഒരു മാറ്റത്തിൻ്റെ തുടക്കം കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പല ബസ് സ്റ്റോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 8 പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാബ് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ തൂഫാൻ്റെ ഭാഗമായിട്ട് പെരുമ്പാവൂരിൽ ഒരു 8 പോസ്റ്റ് ഒരു ക്യാബ് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് പോലീസുകാരുണ്ട്. ഈ പോലീസുകാർ ഏത് നിമിഷവും സജ്ജമാണ് ഈ ലഹരിക്കെതിരെ. എന്തായാലും രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ട് പോകുന്നു എന്നതിൻ്റെ കൂടി വലിയൊരു സൂചനയാണ്. ചേച്ചി, അതെ, എങ്ങനെയുണ്ട് തൂഫാൻ വന്നതിന് ശേഷം പെരുമ്പാവൂർ? കുഴപ്പമില്ല. നേരത്തെ കുഴപ്പമില്ലാതെ ഇടയ്ക്ക് ഇച്ചിരി കുഴപ്പമുണ്ടാവും. ഇപ്പം ഈ ഓണത്തിന് ഒരു മാറ്റമുണ്ടോ? കുറച്ച് മാറ്റമുണ്ട്. തൂഫാൻ എങ്ങനെയുണ്ട് ലഹരിക്കെതിരെയുള്ള? തൂഫാൻ ഇപ്പൊ ഇവിടെ ഇപ്പൊ കുറെ ക്ലിയർ ആയല്ലോ. എങ്ങനെയുണ്ട് ആഭ്യന്തരമന്ത്രി കൊണ്ടുവന്ന തൂഫാൻ? അടിപൊളി, കുഴപ്പമില്ല, നന്നായി അങ്ങനെ തന്നെ വേണം. പല ഓണ പരിപാടികളിലും അല്ലാതുള്ള ദിവസങ്ങളിലൊക്കെ കേരളത്തെ മുക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ലഹരി എന്ന് പറയുന്നത്. ഇത്തവണ നമുക്ക് ഓണത്തിന് വലിയൊരു മാറ്റം കൂടിയുണ്ട്. കേരളത്തിന്റെ ലഹരി പകുതിയോളമെങ്കിലും മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഓണത്തിന് തൂഫാനൊപ്പമാണോ? അതെ അതെ അതെ. എന്താണ് അതിനെ പറ്റി അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു മെച്ചത്തെ പറ്റി പറയാനുള്ളത്? അത് നന്നായി. നമ്മുടെ പെരുമ്പാവൂർ നമുക്ക് ആർക്കും ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പ്രായമായവർക്ക് വരെ പറ്റത്തില്ല, പിള്ളേർക്കും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. പെരുമ്പാവൂർക്കാർക്ക് എല്ലാവർക്കും ഒരു വേർതിരിഞ്ഞൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നത്. അത് കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസുകാരൊക്കെ അതിലേക്ക് ആൾക്കാർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓണം എങ്ങനെയുണ്ട്? ഓണം കൊള്ളാം. ഈ ചൂലൊക്കെ മേടിച്ച് എങ്ങോട്ടാ പോകുന്നത്? പള്ളിയിലേക്കാ. ഈ എങ്ങനെയുണ്ട് ആഭ്യന്തരമന്ത്രിയുടെ തൂഫാൻ? നല്ല ജോറാണ്, പൊളിക്കാണ്. ഈ പ്രാവശ്യം ഓണം തൂഫാനൊപ്പമാണോ? അതെ. എങ്ങനെയുണ്ട് ആഭ്യന്തരമന്ത്രിയുടെ ഈ ഒരു പദ്ധതി? നല്ല പദ്ധതിയാ. അതിനൊപ്പം നിൽക്കുവാണോ? പിന്നെ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു മാറ്റമാണോ ഇപ്പൊ? അതെ. എന്തായാലും ഓണം ആഘോഷിക്കാം.
തൂഫാനൊപ്പം അല്ലേ? ആ അതെ തൂഫാൻ എങ്ങനെയുണ്ട്? തൂഫാനും കുഴപ്പമില്ലാതെ പോകുന്നു. മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ ഇവിടെ 2 പോലീസുകാരനെ കാരണം വലിയ കുഴപ്പമില്ല. ആ തിരക്കാറാണ്. ഓട്ടം കുറവാണ്, തിരക്കും കുറവാണ്. കേട്ടോണ്ടിരുന്നത് ഒരു ലഹരിക്ക് ഭയങ്കര ഒരു പേരുകേട്ട സ്ഥലം എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പൊ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ അത്രേ നമുക്ക് പറയാനുള്ളൂ. ആഭ്യന്തരമന്ത്രിയെ പറ്റിയല്ലോ നല്ലതാണ്. രമേശ് നല്ലതാണ്, കുഴപ്പമില്ല. അദ്ദേഹം കൊണ്ടുവന്ന് ഈ പദ്ധതി അനുകൂലിക്കുന്നത് ഈ ഓണം തൂഫാനൊപ്പം മാറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. തെളിഞ്ഞു വന്നോളും. ഈ ഓണം തൂഫാനാണ്. ചേട്ടാ പെരുമ്പാവൂരുള്ളതാണോ? പെരുമ്പാവൂർ അടുത്ത ടൗണില്ല. എങ്ങനെയുണ്ട് തൂഫാൻ? തൂഫാൻ കുറേ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്നാണ് അറിയണം. ആ മെച്ചപ്പെട്ടായിട്ടാണ് തോന്നുന്നത്. മാറ്റമുണ്ട്. എന്തിനും ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ കുഴപ്പമില്ല, ഒരു ഭംഗിയായിട്ട് പോകുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ഉണ്ടായിട്ടുള്ള പ്രത്യേകം പോലീസ് ഫോഴ്സിനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുള്ളതിൻ്റെ തെളിവാണുള്ളത്. തൂഫാൻ്റെ വ്യത്യാസം ഒത്തിരി ഉണ്ട്. ഒത്തിരി ആളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതേറെ നല്ല കാര്യം തന്നെയാണത്. നല്ല പ്രോഗ്രാം അല്ലേ അത്? നല്ല പദ്ധതിയാണ്. ജനങ്ങൾക്ക് ആശ്വാസമായിട്ട് സ്വസ്ഥമായിട്ട് നടക്കുകയും ചെയ്യാമല്ലോ ഈ വഴിയിൽ കൂടി. അത് നല്ല കാര്യം തന്നെയാണ്. അയ്യോ, ഇവർ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ. അത് ഇന്നതൊന്നുമില്ല, എല്ലാം വാങ്ങിച്ച് കഴിക്കണ ബംഗാളികളാണ്, പറയാതിരിക്കാൻ വയ്യ. അവരാണ് കൂടുതൽ. അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി വീഴ്ചകളൊക്കെ ഉണ്ട്. ഇപ്പോൾ തിരക്കിടില്ല. തൂഫാൻ നല്ല അടിപൊളി. ആ മാറ്റമുണ്ട്. ആ മാറ്റം നല്ലതാണ്. ആ നേരത്തെ ഭയങ്കര ഒത്തിരി ഭായിമാരും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഫ്രീ ആയിട്ട് നിൽക്കാം, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ആ അക്ഷയ ഉണ്ടല്ലോ, അക്ഷയയുടെ അവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഭയങ്കര മുറുക്കി തുപ്പി ഭയങ്കര കച്ചറയായിട്ട് കിടക്കുവാണ്. അവിടെ ഒന്ന് നല്ല വൃത്തിയാക്കണം. ആ അതും കൂടി ഉള്ളൂ. ബാക്കിയെല്ലാം ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. അടിപൊളി. രമേശ് ചെന്നിത്തല വന്നതിൽ സാറിന് അഭിനന്ദനങ്ങൾ. തൂമ്പാനൊപ്പമാണ്. ചേട്ടാ ഓണാണ്. തൂഫാൻ പിടിച്ച് തീർന്നിട്ടില്ല. ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുമ്പോൾ പെരുമ്പാവൂരുകാർക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. തൂഫാൻ വന്നപ്പോൾ വലിയൊരു മാറ്റമുണ്ട്. പയ്യെ അല്ലാതെ തീർത്തും മാറിയിട്ടൊന്നുമില്ല. ചെറിയൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിൽ സന്തോഷമാണ്. മാറ്റങ്ങൾ ഒരുപാടുണ്ട്. നല്ല മന്ത്രിയാണ്. പുള്ളി വന്നേ പിന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. തൂഫാൻ്റെ ഒപ്പമാണ്. മാറ്റമുണ്ട്. സന്തോഷം. നല്ല സന്തോഷം. കാരണം നിങ്ങൾക്ക് കൂടിയാണ് മറ്റുള്ളവർ കാരണം ബുദ്ധിമുട്ടുണ്ടായല്ലേ? ആഘോഷമൊക്കെ എന്തായി? ഓണാഘോഷം അടിപൊളിയാണ്. അതെ അതെ. എങ്ങനെയുണ്ട് തൂഫാൻ ആഭ്യന്തരമന്ത്രിയുടെ? നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് നോക്കാം. കുഴപ്പമില്ലാണ്ടങ്ങ് പോണു. ഈ ഓണം ഇപ്പൊ തൂഫാനൊപ്പം ആണോ? അതെ അതെ അതെ. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഓണവും തൂഫാനും എല്ലാം പൊളിച്ചെടുക്കുകയാണ്. ഇവിടുത്തെ പ്രദേശവാസികളും കച്ചവടക്കാരും എല്ലാവരോടും ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഉഷാറായിട്ട് തൂഫാനും അതോടൊപ്പം രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരവും അവരുടെ പോലീസ് സേനയും നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും മികച്ച ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചത്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 24 hours ഇവിടെ പോലീസുകാരുണ്ട്. ഒരു പോലീസ് 8 പോസ്റ്റ് ഉണ്ട് ഇവിടെ. അങ്ങനെ ആകെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോൾ 2ാം ഘട്ടവും ഈ ഓണം കഴിഞ്ഞിട്ട് തുടങ്ങാനിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം കൂടി ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. നാളെ ഒരു ഭാവിക്കായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ യുവതലമുറയുടെ നല്ലൊരു ഭാവിക്കായിട്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതിനെ ഒരു പറ്റം ജനങ്ങൾ കക്ഷി രാഷ്ട്രീയമില്ലാതെ ജാതിയോ മതമോ ഒന്നും ഇല്ലാതെ അതിനെ കൈകോർത്തിരുകയും നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യവും.